സമാധാനമായി. ക്നായ് തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ തനിമയുടെ ദീപശിഖ ഇന്നും ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ജ്ഞാനായ സമൂഹം. തിക്കും തിരക്കുമേറിയ പ്രവാസി ജീവിതത്തിൽ ഒത്തുചേരലിന്റെ കുളിർക്കാറ്റായി നോർത്തേൺ അയർലൻഡ് ജ്ഞാനായ കുടുംബയോഗത്തിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഞാൻ കവിത. നിക്കിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നിക്കിയുടെ കുഞ്ഞുമക്കൾ ഒരു ക്രിസ്മസ് കിറ്റുമായി ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. വചനം ദൈവത്തോടു കൂടിയായി ആ വചനത്തിന്റെ പൂർത്തീകരണമായി ലോകപാപത്തിന്റെ പരിഹാരമായി നമുക്കായി ഒരു രക്ഷകൻ. ആ രക്ഷകന്റെ പിറവി ഇങ്ങനെയായി. ദാവീദിന്റെ വംശജനായ ജോസഫുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന ദൈവ സ്നേഹം നിറഞ്ഞ മറിയത്തിനെ ദൈവം ഇതിനായി തിരഞ്ഞെടുത്തു. നന്മ നിറഞ്ഞവളെ നിനക്ക് സൃഷ്ടി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുക. മറിയം, പേടിക്കേണ്ട, ദൈവം നിന്നെ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് ഈശോ എന്ന് പേർ വിളിക്കണം. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്നറിയപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. മറിയം ഗർഭിണിയായ വിവരം അറിഞ്ഞ് നീതിമാനായ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേര് വിളിക്കണം. അക്കാലത്ത് ലോകവാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ്യൻ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചികൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ദാവീദിന്റെ പട്ടണത്തിൽ ലോകരക്ഷയ്ക്കായി ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു.
പിള്ള കച്ചുകൾ ചുമഞ്ഞ് പുറത്തുള്ളിൽ കിടന്നിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. താരകം തന്നെ നോക്കി നടന്നു